ശ്രീ ശശിധരൻ, എപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടുകിട്ടിയത്? എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും? അദ്ദേഹം നമ്മുടെ പോലീസിന്റെ കൈവശമുണ്ട്. അദ്ദേഹത്തെ ഊട്ടി ഭാഗത്ത് നിന്നിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ തമിഴ്നാട് പോലീസും എന്റെ മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൂടിയാണ് അവിടെ ട്രേസ് ചെയ്തത്. അദ്ദേഹത്തെ അധികം വൈകാതെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടോ? ഇദ്ദേഹത്തിനെ നമ്മൾ കസ്റ്റഡിയിലേക്ക് വാങ്ങിയോ? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കൂടിയാണ് എടുത്തത്. നമ്മളുടെ സ്പെഷ്യൽ ടീമും തമിഴ്നാട് പോലീസും കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ റെസ്ക്യൂ ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പോലീസിന്റെ കൈവശമുണ്ട്. പോകുന്ന റൂട്ടുകളെ കുറിച്ചൊക്കെ ആദ്യം ഈ CCTVയിലെ ചില വിവരങ്ങളൊക്കെ ആണല്ലോ പുറത്തു വന്നത്. പിന്നീട് ഇദ്ദേഹത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 ദിവസമായിട്ട് എന്റെ മലപ്പുറം DSPയുടെ കീഴിലുള്ള പ്രത്യേക സംഘം, മലപ്പുറം CI, മലപ്പുറം SI പ്രിയൻ തുടങ്ങിയുള്ളവരുടെ അതിന് എന്റെ ഡാൻസ് ഓഫ് ടീമിലെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ഉള്ള അശാന്ത പരിശ്രമമായിരുന്നു. അതിൽ ഇന്നലെ ഒരു ടവർ ലൊക്കേഷൻ ഊട്ടി ഭാഗത്ത് കിട്ടി, കൂന്നൂർ ഭാഗത്ത് കിട്ടി. അത് ഞാൻ ഉടനെ തന്നെ ഊട്ടി SP-യെയും അവിടുത്തെ DSPമാരെയും ബന്ധപ്പെട്ടു. അവരുടെ ക്രൈം സ്ക്വാഡിനെ വിട്ടിരുന്നു. അവർ നല്ല സഹായമായിരുന്നു അവർ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ സ്പെഷ്യൽ ടീമും അങ്ങോട്ട് ഉടൻ പോയിരുന്നു. രണ്ടു കൂട്ടരും കൂടി നടത്തിയ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. എന്തായാലും ആ ടീമിന് അഭിനന്ദനങ്ങൾ. ഈ ടവർ ലൊക്കേഷൻ ലഭിക്കാത്തൊരു സാഹചര്യമായിരുന്നില്ലേ? പിന്നീട് വേറെ ഫോണിലേക്ക് പുതിയ ലൊക്കേഷൻ, അത് പഴയ ഫോണിൽ തന്നെയായിരുന്നു അതോ മറ്റൊന്നിലേക്ക് അത് കണ്ടെത്തുകയായിരുന്നു? അതെ, നമുക്കൊരു വേറൊരു ഫോണിൽ നിന്ന് ലൊക്കേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് ഡിറ്റക്ഷൻ കഴിഞ്ഞത്. ഏറെക്കുറെ ഈ ഭാഗത്തുണ്ടാകും എന്നൊരു ഇതിലെ ഒരു ധാരണയിലേക്ക് ആദ്യമേ എത്തിയിരുന്നു. അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു ടവർ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിരുന്നു. മറ്റൊരു ഫോണിന്റെ ടവർ ലൊക്കേഷൻ കിട്ടിയിരുന്നു. ആ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്ത് നമ്മുടെ സ്പെഷ്യൽ ടീമും തമിഴ്നാട് പോലീസും കൂടി വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് നമുക്ക് അവരെ കിട്ടിയത്. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ? അതെ, ഒറ്റയ്ക്കായിരുന്നു. മറ്റെന്തെങ്കിലും വിവരങ്ങൾ എന്തുകൊണ്ട് പോയി? അത്തരം വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയുമോ? അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ? പിന്നീട് പറയാം. അദ്ദേഹത്തോട് സാവകാശം ചോദിക്കാനുള്ള തീരുമാനത്തിലാണ്. അത് സമയമെടുത്ത് ചോദിച്ച് പിന്നീട് പറയാം. ഏതായാലും വലിയ ശ്രമകരമായ ഒന്നായിരുന്നു. എല്ലാവരും ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നതിൽ വലിയ ആധിയൊക്കെ കുടുംബത്തിന്, പ്രത്യേകിച്ചും പൊതുവിൽ എല്ലാവർക്കും ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഒരു പ്രസ്തുത വരനെ കാണാതാവുക ഒരു വലിയ ആദ്യം ഉണ്ടായിരുന്ന സമയത്താണ് പോലീസിന്റെ ഇങ്ങനെ ഒരു ഇടപെടൽ. എന്തായാലും ആ ടീമിന് അഭിനന്ദനങ്ങൾ. ഇദ്ദേഹം ഈ പോയ വഴിയിൽ മറ്റാരുടെയെങ്കിലും സഹായം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുമോ? അതോ സ്വമേധയാ പോയി എന്ന നിലയിലാണോ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്? പരിശോധിക്കണം. അദ്ദേഹത്തെ വിശദമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് കാര്യങ്ങൾ വിശദീകരിക്കാം. നന്ദി. ശ്രീ S ശശിധരൻ, മലപ്പുറം SP. നേരത്തെയും വളരെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായി അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ടീമാണ് ഇപ്പോൾ ഈ കാണാതായ യുവാവിനെ, വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറത്തേക്ക് എത്തിക്കും. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് ഊട്ടിയിൽ നിന്നാണ്. വളരെ ശ്രമകരമായ അന്വേഷണത്തിന് ഒടുവിലാണ് കണ്ടെത്തിയത്. ഇന്നലെ ലഭ്യമായ ടവർ ലൊക്കേഷൻ അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിഷ്ണുജിത്തിനെ എവിടെയാണ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് തമിഴ്നാട് പോലീസ് സഹായത്തോടു കൂടി എത്തി. ഇപ്പോൾ ഒപ്പം കൂട്ടിയിരിക്കുകയാണ്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്നതാണ് SP വിശദീകരിച്ചത്.